നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ താഴ്ത്തിക്കെട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്ക് സമാന രീതിയിലുള്ള ലൈംഗിക ആരോപണ പരാതികളും വലിയ രീതിയിലുള്ള വിവാദങ്ങളും ഉണ്ടായപ്പോൾ അവരെയൊക്കെ കൂടെ നിർത്തിയിട്ടുള്ള CPM നേതാക്കന്മാരാണ്, ഇടതുപക്ഷ ഭരണകൂടമാണ്. ഇപ്പോൾ മറുവശത്ത് പ്രതിപക്ഷത്തിലെ ഒരു നേതാവിനെതിരെ സമാന രീതിയിലുള്ള ഒരു വിഷയമുണ്ടാകുമ്പോൾ അവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരേ വിഷയത്തിൽ രണ്ട് നിലപാടുകൾ. എന്തായാലും ഇത്തരം നിലപാടുകൾ ശക്തമായി കൊണ്ടിരിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം പാർട്ടിക്കാരെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി നിയമസഭയിലെത്തിയത്. അത് വലിയ വിവാദ വിഷയമായിരുന്നു. പിന്നീടിപ്പോൾ ഇന്നും നിയമസഭാ സമ്മേളനം നടന്നു. ആ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യക്ഷമായിട്ടല്ല എങ്കിൽ പോലും പരോക്ഷമായിട്ടുള്ള ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു കളിയാക്കൽ നടത്തിയിരിക്കുകയാണ് ഒരു CPM നേതാവ്. വേറെ ആരുമല്ല, നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായിട്ട് തോന്നുന്ന ഒരു പരാമർശം തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയിരിക്കുന്നത്. തന്റെ ചുമതലയുള്ള ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദാംശങ്ങൾ നൽകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അത്തരമൊരു പരാമർശം നടത്തിയത്. ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങളിൽ കുരുങ്ങിയിട്ടുള്ള കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി നിയമസഭയിൽ പരിഹസിച്ചുകൊണ്ടാണ് ഇന്ന് ആരോഗ്യമന്ത്രി സംസാരിച്ചിരുന്നത്. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് ആരോഗ്യ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പരാമർശം. ശിശുജനന മരണനിരക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് ഇത്തരമൊരു പരാമർശം കിട്ടിയ അവസരം മുതലെടുക്കുന്നത് പോലെ പ്രതിപക്ഷ പാർട്ടിക്കെതിരെ ഒരു ആരോപണം കൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിലൊരു മറുപടി നൽകുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറയുമ്പോഴും അത് യഥാർത്ഥത്തിൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിലൂടെ വ്യക്തമാക്കുന്നത് എന്നതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിലെ ശിശുമരണ നിരക്ക് 5% കുറയ്ക്കാൻ സാധിച്ചു എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഗർഭശിശുക്കൾക്ക് വരെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന നൂതന പദ്ധതികൾ ഉൾപ്പെടെ ശിശുക്കളുടെ സംരക്ഷണത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്രമായ പദ്ധതികളുടെ വിജയമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നാണ് ആരോഗ്യമന്ത്രിയുടെ അവകാശവാദം. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയും ചേർത്ത് പിടിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്നും ആരോഗ്യമന്ത്രി പറയുന്നു. ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെയാണ് ഇന്ന് സഭാ സമ്മേളനം ആരംഭിച്ചത്. ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടെ രോഗികൾ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങി നൽകേണ്ട സാഹചര്യമില്ലെന്നും പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങി നൽകേണ്ട സാഹചര്യം സർക്കാർ നയത്തിന് എതിരാണെന്നും ഉപകരണക്ഷാമം ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ അറിയിക്കണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. രോഗികളിൽ നിന്ന് പണം വാങ്ങി മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകിയെന്ന് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. രോഗികളിൽ നിന്ന് പണം വാങ്ങി ചികിത്സ നൽകുന്നത് ആ ഒരു രീതി ഒരിക്കലും നിരുത്സാഹപ്പെടുത്തേണ്ടുന്ന കാര്യമാണ് എന്നും അതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്നും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ കോളേജുകളിൽ പണം വാങ്ങി ചികിത്സ നൽകുന്നത് സർക്കാർ ഗൗരവമായി കാണണമെന്നും മന്ത്രി പറഞ്ഞു. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽപ്പെട്ട രോഗികൾ പോലും ചികിത്സയ്ക്ക് പണം ചെലവിടേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് ഗൗരവമായി തന്നെയാണ് സർക്കാർ നോക്കിക്കാണുന്നതെന്നും ഈ അവസരത്തിൽ ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങാനെന്ന പേരിൽ 8.6 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ചെലവാക്കിയെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി UDF കാലത്ത് ചെലവഴിച്ച തുകയുടെ ഏറ്റവും ഇരട്ടി തുകയാണ് തങ്ങൾ ചെലവഴിച്ചത് എന്നുള്ള അവകാശവാദവും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി വാക്കുകൊണ്ടുള്ള ഡാറ്റ വെച്ചിട്ടുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആരോഗ്യ വിപത്തുകൾ സംഭവിച്ചിട്ടുള്ള ഒരു സമയമെന്ന് പറയുന്നത് ഇതേ പിണറായി സർക്കാരിന്റെ 2 ഭരണകാലം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന യുവതിയുടെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് ഒരു കേബിൾ കുടങ്ങിപ്പോയതടക്കമുള്ള വലിയ ആരോഗ്യ രംഗത്ത് വന്നിട്ടുള്ള വീഴ്ചകൾ നമ്മുടെ കേരളത്തിൽ വലിയ ഉദാഹരണമായിട്ട് നിൽക്കുന്നുണ്ട്.
എന്തായാലും ഇത്തരത്തിൽ ആരോഗ്യ വിഭാഗത്തിനെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വലിയ പരാമർശങ്ങൾ നടത്തുമ്പോൾ കിട്ടിയൊരു അവസരമല്ലേ എന്ന് കരുതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരോക്ഷ പരാമർശവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരില്ല എന്നതൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി നമ്മുടെ നിയമസഭയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് വന്നിട്ടില്ല. എല്ലാ ദിവസവും സഭയിലേക്ക് വരേണ്ടെന്ന് നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം ദിനമായ ഇന്നുൾപ്പെടെ നിയമസഭയിലേക്ക് വരാത്തത് എന്നുള്ളതാണ് സൂചന. തന്റെ നിലപാട് തള്ളി കഴിഞ്ഞ ദിവസം രാഹുൽ സഭയിലെത്തിയതിൽ കടുത്ത അതൃപ്തിയുണ്ട് എങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇതുവരെ ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. രാഹുലിനൊപ്പം സഭയിലെത്തിയ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ കെ.പി.സി.സി അധ്യക്ഷന് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ലൈംഗികാരോപണങ്ങളിൽ സസ്പെൻഷനിലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരേണ്ട എന്നതാണ് പ്രതിപക്ഷ നേതാവ് എടുത്തിരുന്ന നിലപാട്. സഭയിൽ വരേണ്ടെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് അറിയിക്കണമെന്നായിരുന്നു സതീശൻ അനുകൂലികളുടെ ആവശ്യമെങ്കിലും അങ്ങനെ കെ.പി.സി.സി ചെയ്തിരുന്നില്ല. പകരം രാഹുലിനെ വിലക്കാനാകില്ല എന്ന് എ ഗ്രൂപ്പ് നിലപാട് പറയുന്നത് പോലുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു കെ.പി.സി.സിയുടേത്. പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ ദിവസം വന്നത്. അതിനുശേഷം വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി. പക്ഷെ അപ്പോഴും തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാരോപണത്തിൽ യാതൊന്നും തന്നെ സൂചനയായിട്ടോ അല്ലെങ്കിൽ താൻ അങ്ങനെ ഒരു തെറ്റിൽ പെട്ടിട്ടില്ല എന്നുള്ള ഒരു അവകാശവാദം അതൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടില്ല. മാധ്യമങ്ങളോട് സംസാരിക്കാതെ പോയി എന്ന തരത്തിലുള്ള വാർത്തകൾ വിടേണ്ടതില്ല, താൻ പ്രതികരിക്കാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുകയായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോഗ്യമന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നത് കാര്യം പുറത്തു വരുന്നത്.